തിരുഹൃദയത്തിൻ മുൻപിൽ. ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. യഥാർത്ഥ സൗഭാഗ്യവും സംതൃപ്തിയും എവിടെയാണെന്ന് നാം നമ്മുടെ പ്രിയപ്പെട്ട ഈശോയോട് ചോദിക്കുകയാണെങ്കിൽ ഈശോ അപ്പോൾ പറഞ്ഞു തരും, എൻ്റെ സ്നേഹവും ഭാഗ്യവും സന്തോഷവും ആനന്ദവും എല്ലാം എൻ്റെ പിതാവിലും അവിടുത്തെ മഹിമയും ശക്തിയും പ്രചരിപ്പിക്കുന്നതിലുമാകുന്നുവെന്ന്. അപ്പോൾ നമ്മുടെ ഹൃദയത്തോട് തന്നെ ചോദിക്കുകയാണ്, സ്നേഹശൂന്യനായ എൻ്റെ ആത്മാവേ, നീ ഇവ കേൾക്കുന്നില്ലേ? നിന്റെ ഭാഗ്യം ലോക നേട്ടങ്ങളിലും ശരീരത്തിൻ്റെ ആഗ്രഹത്തിലും സമർപ്പിക്കുന്നുവെങ്കിലും അവയൊന്നും നിന്നെ ഭാഗ്യനാക്കുവാൻ മതിയാകുകയില്ല. ബഹുമാനം, ഐശ്വര്യം മുതലായവയിൽ നിന്റെ ശരണം വയ്ക്കുന്നുവെങ്കിൽ അവ ശാശ്വതമായി നിലനിൽക്കുമെന്ന് എന്ന ഉറപ്പാണുള്ളത്. സുഖഭോഗാദികളിലും സ്ഥിരമായിട്ടുള്ള സൃഷ്ടവസ്തുക്കളിൽ സൗഭാഗ്യം വെച്ചിരുന്നാൽ അവ നിന്നെ വേർപിരിഞ്ഞു പോകാനും സാധ്യതയുണ്ട്. യഥാർത്ഥത്തിലുള്ള ഭാഗ്യം ദൈവത്തിൽ നിന്നുമാണ് ലഭിക്കേണ്ടത്. ദൈവമാണ് സാക്ഷാൽ സൗഭാഗ്യ കേന്ദ്രമെന്ന് മനസ്സിലാക്കിയ വിശുദ്ധ ഫ്രാൻസിസ് അസീസി എൻ്റെ ദൈവം എനിക്ക് സമസ്തവും എന്ന് ഇടവിടാതെ നിലവിളിച്ചുകൊണ്ടിരുന്നു. പ്രകാരം തന്നെ വിശുദ്ധ ബെർണാദ്, അൽഫോൻസ് ലിഗോയി, ഫ്രാൻസിസ് സേവിയർ, സാലസ് ലൂയിസ് എന്നീ പുണ്യവാന്മാരും വിശുദ്ധ കത്രീന, കൊച്ചു തെരേസ്യ, ചെറുപുഷ്പം എന്നീ പുണ്യവതികളും അവരുടെ ഭാഗ്യവും സന്തോഷവും ദൈവത്തിലും മനുഷ്യരുടെ നേരെയുള്ള സ്നേഹത്തെ പ്രതി ദിവ്യ ബലിയായി തീർന്ന ദിവ്യകാരുണ്യനാഥൻ്റെ തിരുഹൃദയത്തിലുമാണ് ദർശിച്ചത്. വിശുദ്ധ കുർബാനയെ ആരാധിക്കുന്നതിലും സ്നേഹിക്കുന്നതിലും ശുശ്രൂഷിക്കുന്നതിലുമായിരുന്നു ഇവരൊക്കെ കൂടുതൽ സൗഭാഗ്യം ദർശിച്ചിരുന്നത്. നാം ദൈവത്തോട് എത്രമാത്രം സാമീപ്യ സമ്പർക്കങ്ങൾ പുലർത്തുന്നുവോ അത്രമാത്രം നാം സൗഭാഗ്യപൂർണരായിത്തീരും. ഈശോയിൽ നിന്ന് അകന്ന് ഓടുമ്പോൾ നാം ദുർഭകരാവുകയാണ് ചെയ്യുന്നത്. ഭൗതിക വസ്തുക്കളിലുള്ള താല്പര്യവും സ്നേഹവും നമ്മെ അകറ്റി ദൈവത്തിങ്കിലേക്ക് പിന്തിരിയാം. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെയും നമുക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കാം, അനുദപിക്കാം, പശ്ചാത്തപിക്കാം. ആമേൻ. This is a sweet and bitter spiritual program. Join with us in sharing